തന്നേക്കാൾ സൗന്ദര്യം കുറഞ്ഞവരെ കല്യാണം കഴിച്ച നടിമാർ നോക്കാതെ ആരൊക്കെയാണ്? ഐശ്വര്യ വിവാഹം കഴിച്ചത് അഭിഷേക് ബച്ചനെയാണ്. പക്ഷേ അഭിഷേക് ബച്ചനെ കാണാൻ നല്ല ഭംഗിയാണ്. ജ്യോതി വിവാഹം കഴിച്ചത് സൂര്യയെ കാണാൻ നല്ല ഭംഗിയാണ്. മഞ്ജു വാര്യർ വിവാഹം കഴിച്ചത് ദിലീപിനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി കാണാൻ പോകുന്നത് തന്നേക്കാൾ ഭംഗി കുറഞ്ഞ ആളുകളെ കല്യാണം കഴിച്ച നടിമാരെയാണ്. അവരെ നമുക്ക് കണ്ടു നോക്കാം. രാജകുമാരൻ ഒരു സംവിധായകനാണ്. ദേവയാനി ആ കാലത്ത് ഭയങ്കര സുന്ദരിയായിട്ടുള്ള നടിയായിരുന്നു. അന്ന് രാജകുമാരൻ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. അടുത്തത് അനന്യ വിവാഹം കഴിച്ച ആഞ്ജനേയൻ്റെ കാര്യം ഇതുപോലൊക്കെ തന്നെയാണ്. അനന്യയെ കാണാനാണ് നല്ല ഭംഗി, ആഞ്ജനേയനെ കാണാൻ അത്ര ഭംഗിയില്ല. പിന്നെയുള്ളത് രംഭയാണ്. രംഭ വിവാഹം കഴിച്ചത് ഇന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരാളെയാണ്. അദ്ദേഹത്തെ രംഭയെ വെച്ച് നോക്കുമ്പോൾ രംഭയ്ക്കാണ് ഭംഗി കൂടുതൽ. ഇത് ഒരുപാട് തെറി കേൾക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അടുത്തതായി പ്രീതയും ഹരിയും വെച്ച് നോക്കുമ്പോൾ ഹരി സംവിധായകനാണ് കേട്ടോ. വെച്ച് നോക്കുമ്പോൾ പ്രീതയ്ക്കാണ് ഭംഗി. ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇവരുടെ എല്ലാം നായകന്മാർ അതിസുന്ദരന്മാരായിട്ടുള്ള നായകന്മാരാണ് സിനിമയിൽ. അടുത്തത് സന്ധ്യ വിവാഹം കഴിച്ചത് വെങ്കട ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാളെയാണ്. സന്ധ്യയ്ക്കാണ് ഭംഗി. പിന്നുള്ളത് റിജോയ് എന്ന് പറഞ്ഞ ഒരാളെയാണ് ഉണ്ണിമേരി വിവാഹം കഴിച്ചത്. ഉണ്ണിമേരിയുടെ ഒരു ഭംഗിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ പഴയ കാലത്തെയാണ് കേട്ടോ. റിജോയ്ക്ക് അത്രയും ഭംഗിയൊന്നും തോന്നില്ല. ഇതിൻ്റെ പഴയ ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, നമ്മൾ കണ്ടിട്ടില്ല അത് എങ്ങനെയായിരുന്നു. എങ്കിലും ഉണ്ണിമേരിയുടെ സൗന്ദര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ഭംഗി തോന്നില്ല. പിന്നെയുള്ളത് ചിപ്പിയാണ്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ നിർമ്മാതാവിനാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹം ചിപ്പിയുടെ അത്രയും സൗന്ദര്യമുള്ള ഒരാളായിട്ട് തോന്നില്ല. പിന്നെയുള്ളത് നമ്മുടെ നടി നവ്യ നായരാണ്. അവരുടെ ഭർത്താവായ സന്തോഷ് മേനോനും നവ്യ നായരുടെ അത്രയും ഭംഗിയില്ല, അങ്ങനെ തോന്നുന്നില്ല. സന്തോഷ് മേനോൻ ഒരു മലയാളി ഒരു ചായയില്ല. മലയാളി ആണോ എന്നറിഞ്ഞുകൂടാ, ആയിരിക്കും.